എടയന്നൂർ തെരൂർ MLP സ്കൂളിലെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. നമ്മൾ വോട്ടർമാരെ നേരിട്ട് കാണാൻ വേണ്ടി എത്തിയതാണ്. നാളെയാണ് നമ്മളെ തെരഞ്ഞെടുപ്പ് അല്ലേ? എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകിയ എന്തൊക്കെ ഓഫറുകളാണ് സ്കൂളിന് വേണ്ടി അവർ നൽകിയിട്ടുള്ളത്? അവര് പറഞ്ഞേക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യമെല്ലാം ചെയ്തുതരുന്നല്ല പറഞ്ഞു. ചെയ്തുതരും. സ്കൂളിന് ആവശ്യമായ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. സ്കൂളിന് ഏത് രീതിയിലുള്ള വികസനമാണ് ആവശ്യമുള്ളത്? നല്ല രീതിയിലുള്ള വികസനം, നല്ല രീതിയിലുള്ള സ്കൂളിന്റെ ലൈബ്രറി ഉൾപ്പെടെയുള്ള അച്ചടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? അങ്ങനെയൊക്കെ വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ അതൊക്കെ ചെയ്യുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. സ്ഥാനാർത്ഥികൾ എല്ലാവരും മികച്ചതാണോ? അതെ. വിജയപ്രതീക്ഷ ആർക്കാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ഷെസിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ വോട്ടർമാരും, സ്ത്രീ വോട്ടർമാരും അതുപോലെ പുരുഷ വോട്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ? ഏത് സ്ഥാനാർത്ഥിയാണ് മികവായി മുന്നിൽ നിൽക്കുക എന്നാണ് പറയുന്നത്? എല്ലാ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ തയ്യാറല്ല. ഏതായാലും മികച്ച രീതിയിൽ വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ടീമായി നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തൊക്കെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ആഹിൽ നമ്മുടെ കൂടെയുണ്ട്. ആഹിലിനോട് നമുക്ക് ഇലക്ഷൻ വിശേഷങ്ങൾ അന്വേഷിക്കാം. ആഹിൽ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നമ്മളൊക്കെ ഉള്ളത് അല്ലേ? എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം? ഏത് രീതിയിലൊക്കെ പ്രചരണം പൂർത്തിയായിട്ടുണ്ട്? എന്തൊക്കെയാണ് നിലവിലെ വിശേഷങ്ങൾ എന്ന് പറയും? ഞാൻ എന്തായാലും ജയിക്കുമെന്നാണ് എൻ്റെ ഉറപ്പ്. അതെ. പ്രചരണങ്ങളൊക്കെ എങ്ങനെയായിട്ടുണ്ട്? എല്ലാവരും പറയുന്നുണ്ട്. വോട്ട് എല്ലാവരോടും ചോദിച്ചു. എന്തൊക്കെയാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മുടെ വോട്ടർമാർ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്കൂളുമായി ബന്ധപ്പെട്ട് വികസനങ്ങളൊക്കെ പറയുന്നുണ്ടോ? ഞാൻ ലീഡർ ആയെങ്കിൽ സ്കൂളിനെ നല്ലോണം നോക്കും. ആഹിൽ പറയുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ആഹിൽ പറയുന്നത്. നമുക്ക് വേറൊരു സ്ഥാനാർത്ഥി കൂടി ഇന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഫാത്തിമ SP സ്ഥാനാർത്ഥിയായി നമ്മുടെ നാളെ മത്സരിക്കുകയാണ്. എന്തൊക്കെയാണ് ഫാത്തിമ SPക്ക് നമ്മുടെ സ്കൂളിന്റെ ചാനലിനോട് സംസാരിക്കാനുള്ളത്? വോട്ടർമാരെ കണ്ടു. വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. എന്താണ് സ്കൂളിന് വേണ്ടി നിങ്ങൾ വിജയിച്ചാൽ ചെയ്യുക എന്ന് നമുക്ക് പറയാൻ കഴിയുക? കുട്ടികൾക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ സ്കൂളിലൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും? വളരെയധികം നല്ലൊരു കാര്യം. അതായത് അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുമെന്നാണ് ഫാത്തിമ SP പറയുന്നത്. സ്കൂളിലെ കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. ഓരോ ചിഹ്നവും അവർക്ക് ആവശ്യമായ സ്ഥാനാർത്ഥിക്കും വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ ആവേശകരമായ പ്രചരണമാണ് ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ വോട്ടർമാരെ നടത്തുന്നത്. നിങ്ങൾ കാണുന്ന പ്രകടനമാണ്. വളരെ നല്ല കാര്യമാണ്. നമുക്ക് അബ്ദുൽ ഖാദറിനോട് എന്തൊക്കെയാണ് വിദ്യാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കാം. ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതെ, ആദ്യമായിട്ടാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഏതൊക്കെ രീതിയിലുള്ള വികസനമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്കൂളെല്ലാം നോക്കണം. സ്കൂളുമായി ബന്ധപ്പെട്ട നോക്കി നടത്തണം. അതുപോലെ എല്ലാ രംഗത്തുള്ള വികസനം ഉറപ്പാക്കും. വിജയിക്കുമെന്ന ഉറപ്പിലാണ് അബ്ദുൽ ഖാദർ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. അതുപോലെ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ ഇവിടെ ആയിഷ നസ്വ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. നസ്വ, എന്ത് പ്രതീക്ഷയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിലുള്ളത്? വിജയിക്കുന്ന ഉറപ്പുണ്ട്. എന്താണ് വോട്ടർമാരിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷ എന്തൊക്കെയാണ്? സ്കൂളിന് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കും.
ആവശ്യമായത് എന്തൊക്കെ വികസനമാണ് ലക്ഷ്യമിടുന്നത്? സ്കൂളിന്റെ എല്ലാ കാര്യവും സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് ഇവിടെ നിന്ന് ഐഷ നസ്വ സ്ഥാനാർത്ഥി പറയുന്നത്. വോട്ടർമാരും നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് വോട്ടർമാർ, നിങ്ങളുമായി സ്ഥാനാർത്ഥികൾ സംസാരിച്ചു അല്ലെ? ഓക്കെ, സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ്. നിങ്ങളുടെയൊക്കെ വോട്ട് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണ് അവർ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്? അവര് ഞാൻ വീണ ഇപ്പൊ ഒരു സ്ഥലത്ത് അന്നേരം വിനിപ്പിച്ചിട്ട് ഇതിലാക്കി തരും. അങ്ങനെ അതെ, വലിയ വികസന സാധ്യതകളാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. അവർ അപകടം പറ്റിയാൽ ഓടിയെത്തുമെന്നൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ഇവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വേറെ ഏതൊക്കെ രീതിയിലുള്ള ഉറപ്പുകളാണ് സ്ഥാനാർത്ഥികൾ നൽകിയിട്ടുള്ളത് എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ? വിജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികളുണ്ടോ? ഐഷ നസ്വ. അപ്പോ പല സ്ഥാനാർത്ഥികളുടെയും പേരുകളാണ് പല വോട്ടർമാരും പറയുന്നത്. നമുക്ക് നോക്കാം. നാളെ രാവിലെ നമ്മുടെ വോട്ട് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ചിത്രം മനസ്സിലാവും. ആരാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഈ വർഷത്തെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കുക എന്ന് മനസ്സിലാവും. തെരൂർ MLP സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുന്നത്. സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ വളരെ ആവേശകരമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥികളും അതുപോലെ വോട്ടർമാരും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വലിയ പ്രകടനങ്ങളും അതുപോലെ എല്ലാ പ്രചരണങ്ങളുമാണ് ഓരോ ക്ലാസ്സിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വോട്ടർമാരെ തന്നെ കാണാം. വോട്ടർമാർ വളരെ ആവേശത്തിലാണ്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? വോട്ടർമാർ നിങ്ങളിലേക്ക് എത്തിയോ? വോട്ടർമാർ എത്തി. എന്തൊക്കെയാണ് അവർ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ? എന്തൊക്കെയാണ് അവർ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത്? എന്തൊക്കെ വികസനങ്ങൾ നടത്തുമെന്ന് പറയുന്നുണ്ടോ? വികസനങ്ങൾ നടത്തുമെന്ന് പറയുന്നുണ്ട്. സ്കൂളിന്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യും. അതെ, ഏത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഫുട്ബോൾ വിജയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ പല ആളുകളും പല വോട്ടർമാരും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? ഫുട്ബോൾ. വലിയ ആരാധകരാണ് പല സ്ഥാനാർത്ഥികൾക്കും ഉള്ളത്. നമുക്ക് നോക്കാം നാളെ വൈകുന്നേരത്തോടു കൂടി ആര് സ്കൂൾ ലീഡറാവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ വോട്ടർമാർ, നമുക്ക് നാളെ കാണാം. റെഡി? ഓക്കെ.